ബ്ലാക്ക് ക്ലോവർ എന്ന ആനിമി സീരീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് അതിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലാണ്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ ആദ്യത്തെ 2 എപ്പിസോഡ് കാണാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് കണ്ടിട്ട് വരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ഞെക്കിയേക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ആസ്റ്റേന്റെ ആണെങ്കിലും യൂനോന്റെ ആണെങ്കിലും ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിസാർഡ് കിങ് ആവാന്നുള്ളതാണ്. അപ്പൊ അവരുടെ ആദ്യത്തെ കടമ്പ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാജിക് നൈറ്റ് അംഗമാവാന്നുള്ളതാണ്. ഈ എപ്പിസോഡിന്റെ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ മാജിക് നൈറ്റ്സ് എന്താണെന്നുള്ളതാണ്. വളരെ പണ്ട് ഒരു റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു ഡീമൻ വന്നു. ആ ഡീമനെ ഡിഫീറ്റ് ചെയ്ത ആളെയാണ് ഫസ്റ്റ് വിസാർഡ് കിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കാലം മുമ്പിലേക്ക് വരുംതോറും വിസാർഡ് കിങ്ങുകളും മാറിക്കൊണ്ടിരുന്നു. വിസാർഡ് കിങ്ങുകളുടെ ഡയറക്റ്റ് കമാൻഡിലുള്ള മാജിക് നൈറ്റ്സ് വഴി ഈ കൺട്രീനെ അവർ പ്രൊട്ടക്ട് ചെയ്ത് വന്നുകൊണ്ടിരുന്നു. 9 പവർഫുൾ ആയിട്ടുള്ള മേജസ്, 9 പവർഫുൾ ആയിട്ടുള്ള ബീങ്സ് കൺട്രോൾ ചെയ്യുന്ന ഒരു 9 സ്ക്വാഡ് ഉണ്ട്. ആ 9 സ്ക്വാഡിനെയാണ് ശരിക്കും മാജിക് നൈറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ പ്രസന്റിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ആസ്റ്റയും യൂനോയും ഭയങ്കര ട്രെയിനിങ്ങിലാണ്. അവരിപ്പം മാജിക് നൈറ്റ് എക്സാം എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. നമ്മുടെ ആസ്റ്റ ആണെങ്കിൽ അവന് പുതിയൊരു ഗ്രിംവാർ കിട്ടിയതിന്റെ ഭയങ്കര സന്തോഷത്തിലാണ്. മിക്കപ്പോഴും ആസ്റ്റനെ കാണിക്കുന്ന സമയത്ത് ആസ്റ്റിന്റെ അടുത്ത് ഒരു പക്ഷിയുള്ള രീതിയിൽ കാണിക്കുന്നുണ്ടാവും. ആ പക്ഷിക്ക് ചെറിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ. ഇതേ സമയം നമ്മുടെ സിസ്റ്റർ ലില്ലിയും ഫാദറും കൂടെ മറ്റേ ആ കിളവനെ കാണാൻ പോയേക്കുമായിരിക്കും. ആസ്റ്റിനെ ശരിക്കും നിങ്ങൾ മറ്റേ മാജിക് നൈറ്റ് എക്സാമിന് വിടുന്നുണ്ടോ? അവന് പോണെന്നാണ് ആഗ്രഹം. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? അല്ല, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് പോയിട്ട് അവന് കിട്ടൂലല്ലോ, അവനൊരു ചാൻസ് ഇല്ലല്ലോ. പക്ഷേ അവന് പോണെന്നാണ് ആഗ്രഹം. പിന്നെ ഞാൻ എന്ത് ചെയ്യും? അല്ല, അവൻ പോയിട്ട് കാര്യമില്ലെന്നേ. അല്ല, അവൻ എടുക്കണം എന്ന് പറഞ്ഞോണ്ടിരിക്കാൻ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ഇവിടെ കാണുന്ന ഒറ്റ കാര്യമുള്ളൂ, അവൻ നിന്നെ വിട്ടു പോകുമ്പോ നീ ഒറ്റയ്ക്കാവും. ആസ്റ്റേനോട് എത്രയൊക്കെ ദേഷ്യപ്പെട്ടാലും എന്തൊക്കെ പറഞ്ഞാലും അവൻ ലീവ് ചെയ്യുന്നതിനോട്, അവൻ പോകുന്നതിനോട് ഫാദറിന് ഭയങ്കര വിഷമമുണ്ട്. അതിനുശേഷം ഒരു ദിവസം ആസ്റ്റ് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആസ്റ്റേനെ എപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ആ ചർച്ചിലുള്ള വേറൊരു കുട്ടി അവന്റെ അടുത്തേക്ക് വരികയാണ്. ആ കുട്ടീന്റെ പേര് നാഷ് എന്നാണ് കേട്ടോ. ഹേയ് നാഷ്, എന്താ ഇവിടെ? ഏയ് ഒന്നുമില്ല, ഒരു പൊട്ടത്തരം കാണിക്കുന്നത് കാണാൻ വന്നാ. ഇത് പൊട്ടത്തരം അല്ല പൊട്ടാ. ആണ്, ഇത് പൊട്ടത്തരമാണ്. നിനക്കൊരു തുള്ളി പോലും മാജിക് പോലും യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നീ എന്ത് കണ്ടിട്ടാ മാജിക് നൈറ്റ് എക്സാം എടുക്കാൻ പോകുന്നത്? എന്തായാലും നീ പാസ്സാവാൻ പോകുന്നില്ല, പിന്നെ എന്തിനാ ഇതൊക്കെ? ഏയ് അങ്ങനെയൊന്നും അല്ലടാ, എനിക്കിപ്പോ ഒരു ഗ്രിംവാർ വരെ കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും മാജിക് നൈറ്റ് എക്സാം പാസ്സാവും. അതുപോലെ ഞാൻ എപ്പോഴും വിസാർഡ് കിങ് ആവാനുള്ള ആഗ്രഹത്തിലാണ് നടക്കുന്നത്. ഞാൻ എന്തായാലും വിസാർഡ് കിങ് ഇല്ല, നീ ആവില്ല. നമ്മളെ പോലെ മാതാപിതാക്കൾ ഇല്ലാത്ത ഭയങ്കര പുവർ ആയിട്ടുള്ള നമ്മളെ പോലുള്ള ആൾക്കാർക്ക് നമുക്ക് ആഗ്രഹിക്കാൻ പോലുള്ള അധികാരമില്ല. അപ്പൊ നമ്മുടെ ആസ്റ്റ മെല്ലെ അവന്റെ അടുത്തേക്ക് അവനെ സമാധാനിപ്പിക്കാനെന്നോണം നടന്നു പോവാണ്. നമ്മളെ പോലുള്ള എത്ര പുവർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും മാതാപിതാക്കൾ ഇല്ലാത്തവരാണെങ്കിലും നമുക്ക് നമ്മുടെ ഡ്രീംസിനെ ഫോളോ ചെയ്ത് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മളെ, നമ്മുടെ കൂടെയുള്ളവരെ നമുക്ക് സന്തോഷമാക്കി തീർക്കാൻ പറ്റും. എക്സാക്ട്ലി ആ ഒരു കാര്യമാണ് ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത്, ഞാൻ തെളിയിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ആസ്റ്റയും യൂനോയും ഇപ്പം മാജിക് നൈറ്റ് എക്സാം എടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ആസ്റ്റയും യൂനോയും ചർച്ചിലുള്ള ആൾക്കാർക്കെല്ലാം ഗുഡ് ബൈയും പറഞ്ഞ് അവരിപ്പോ പോവാൻ ഇറങ്ങുക. അങ്ങനെ പല ഓബ്സ്റ്റിക്കിൾസും താണ്ടി അവരിപ്പോ അവരുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ അവിടെ എത്തുന്ന ആസ്റ്റയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ട് അവൻ അങ്ങോട്ടേക്ക് നേരെ ഓടുവാണ്. ഞാൻ തന്നെ വിസാർഡ് കിങ് ആവുമെന്ന് പറഞ്ഞോണ്ട്. പക്ഷെ ഇവരെ രണ്ടുപേർക്കും ഇനി ഫേസ് ചെയ്യാനുള്ളത് ഇവരെ പോലെ തന്നെ അവിടെ മാജിക് നൈറ്റ് എക്സാം എഴുതാൻ വന്നിരിക്കുന്ന ഒരുപാട് കുട്ടികളെയാണ്. ആ കൂട്ടത്തിൽ ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരും കാണും. ഈ മാജിക് ഇല്ലാത്ത ആസ്റ്റയ്ക്ക് എങ്ങനെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും? നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കണ്ടറിയാം. ഫസ്റ്റ് എപ്പിസോഡിനും സെക്കൻഡ് എപ്പിസോഡിനും നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ അറിഞ്ഞുകൊണ്ട് ഇതിന്റെ ബാക്കി ഇത്രയും വൈകിപ്പിച്ചതൊന്നുമല്ല. എൻ്റെ മൊബൈലിൽ പോയിട്ട് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായതുകൊണ്ടാണ് ഇത്രയും വൈകിപ്പോയത്. എൻ്റെ കോളേജൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഞാനത് കംപ്ലീറ്റ് ചെയ്തിരിക്കും. അത്യാവശ്യം കൺസിസ്റ്റന്റ് ആവാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടാവും. ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.